ഇനി ഫ്രീലാൻസർ ആവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതിലേക്ക് കടന്നു വരുന്ന ഒരാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏൺ ഇൻഡിപെൻഡൻ്റ്ലി ബൈ മാനേജിങ് ക്ലയൻറ്റ്സ് ഫ്രീഡം ഫോക്കസ്ഡ് പാത്ത്. അതായത് നമ്മൾ ഒരുപാട് ക്ലയൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ 1-2 പേരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ഇതൊന്നുകൂടെ പഠിച്ചിട്ട് ഇതൊന്നും കൂടെ നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിലേക്ക് കടന്നു വരുന്ന ആളുകളും ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകളുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് ഒരു ഫ്രീഡം, അവരുടെ സമയത്തിനനുസരിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ജോലി ചെയ്യാനും ഫ്യൂച്ചറിൽ അവർക്കൊരു ഏജൻസിയൊക്കെ ഇട്ട് മാറുക എന്നുള്ളൊരു ഉദ്ദേശത്തിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ജോലിക്ക് പോകാതെ ഒന്ന് ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാം, അപ്പോൾ കുറച്ച് ക്ലയൻസൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലപോലെ ഏൺ ചെയ്യാമല്ലോ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന കാര്യം. ഇവർക്ക് വേണ്ടുന്ന കഴിവുകൾ എന്തൊക്കെയാണ്? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു നിഷ് ക്ലാരിറ്റി ഉണ്ടാവണം. അതായത് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് ആദ്യം തന്നെ ഒരു ഫ്രീലാൻസർ പറയാൻ പാടില്ല. ചൂസ് 1 or 2 സർവീസസ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രീലാൻസറാണ്, അയാൾ കൂടുതലും ചെയ്യുന്ന SEO ആണെന്ന് വിചാരിക്കാം. അപ്പോൾ SEO ആണ് ചെയ്യുന്നതെങ്കിൽ അയാൾ SEOയുടെ കൂട്ടത്തിൽ അയാൾക്ക് ഗൂഗിൾ ആഡ്സും കൂടെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് മാത്രം അയാളെ അത് ബേസ് ചെയ്തുള്ള ക്ലയൻസിനെ മാത്രം എപ്പോഴും പിച്ച് ചെയ്യാനും അതിൽ മാത്രം കൂടുതലും വർക്ക് എടുക്കാനും നോക്കുക. എങ്കിൽ മാത്രമാണ് ഇയാൾക്ക് കൂടുതലൊരു എക്സ്പോഷർ കിട്ടുക. അതിന് പകരം ഇയാൾ ഒരു വാട്സാപ്പ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലീഡ് ആഡ്സ്, അതിൻ്റെ കൂട്ടത്തിലൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ സർവീസ്, അതിൻ്റെ കൂട്ടത്തിലൊരു SEO, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി എടുക്കുമ്പോൾ ഇയാൾക്ക് ഒരുപാട് റിസർച്ചും സ്കിൽസും ടീം മെമ്പേഴ്സും ഒക്കെ ആവശ്യം വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ഈ ഫ്രീലാൻസിങ് കരിയറിൽ ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ ഇവർ ഭയങ്കര ഡിപ്രസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. നിങ്ങൾ ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയതിനു ശേഷം, നിങ്ങൾ നല്ലൊരു എക്സ്പെർട്ട് ആയതിനു ശേഷം നിങ്ങൾ എല്ലാം എടുത്തോളൂ, നോ ഇഷ്യൂ. ഓരോ സെക്ടറും കംപ്ലീറ്റ് ചെയ്യുക. ക്ലയൻറ്റ് അക്വിസിഷൻ സ്കിൽസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫ്രീലാൻസറെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ഒരു വർക്ക് വരുമ്പോൾ ആ ക്ലയൻറ്റുമായിട്ട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് സൊല്യൂഷൻസ് കൊടുക്കാനുള്ള ഒരു ക്ലയൻറ്റിനെ അക്വയർ ചെയ്യാനുള്ള, അതാണ് ക്ലയൻറ്റ് അക്വിസിഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. അവരുമായി സംസാരിച്ച് ആ വർക്ക് നമ്മളിലേക്ക് എടുക്കാനുള്ളൊരു കഴിവുണ്ടാവണം. നല്ലൊരു പ്രപ്പോസൽ റൈറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ലുണ്ടാണ്. ഇന്ന് ChatGPT ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ഒരു ഹ്യൂമൻ ടച്ചും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു പ്രൈസിങ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ കൊടുക്കാനായിട്ട് സാധിക്കണം. പ്രൈസിങ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം ഒരു ക്ലയൻറ്റിനെ അടുത്ത ഇത്ര നാളത്തേക്ക് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്? ഫ്രീലാൻസിങ്ങിൽ ഒരു വർക്ക് എടുക്കുമ്പോൾ എങ്ങനെയുള്ളൊരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? നിങ്ങൾ എങ്ങനെയായിരിക്കും ഇവർക്ക് ചെയ്യുന്ന വർക്കുകളൊക്കെ ഡെലിവർ ചെയ്യുക? ഇവരെങ്ങനെയാണ് റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ കാണുക? നിങ്ങൾ ചെയ്യുന്ന വർക്ക് പ്രോപ്പറായിട്ട് അവർക്ക് മോണിറ്റർ ചെയ്യാനുള്ളൊരു ഡെലിവറി സിസ്റ്റം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളൊരു പോസ്റ്റർ ഇട്ടിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുക എന്നുള്ളതാണോ ഡെലിവറി സിസ്റ്റം? നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് റിസൾട്ട് വരുന്നത് ഈ ക്ലയൻറ്റിന് കാണാൻ പറ്റുന്ന ഒരു ഡെലിവറി സിസ്റ്റം. അതായത് നിങ്ങൾ പരസ്യം ചെയ്തിട്ടാണ് അവർക്ക് ലീഡ് കിട്ടിയതെന്ന്, നിങ്ങൾ പരസ്യം ചെയ്തിട്ടാണ് അവർക്ക് സെയിൽസ് കിട്ടിയതെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു ഡെലിവറി സിസ്റ്റം അത് പ്രോപ്പർലി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിന്നാണ് ഇത് കിട്ടുന്നതെന്ന് നിങ്ങൾക്കൊരു പ്രൂഫും ഉണ്ടാവും. ഈ ഒരു സിസ്റ്റം ഒരു ഫ്രീലാൻസർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. പിന്നെ AI വർക്ക് ഫ്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ AIയിൽ സാധാരണ രീതിയിൽ ചെയ്യുന്നത് പോലെ പോരാ, അത്യാവശ്യം കുറച്ച് പെയ്ഡ് ടൂൾസൊക്കെ കരുതി വെക്കുക. കാരണം നിങ്ങൾക്ക് വർക്ക് ഫ്ലോ, നിങ്ങൾ ചെയ്യുന്ന വർക്കുകളിൽ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ AI ടൂൾസിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരത്തില്ല അധികമോ. അതിനുവേണ്ടിയാണ് നമ്മൾ AI ടൂൾസ് ഉപയോഗിക്കാൻ പറയുന്നത്. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെഗോഷിയേഷൻ സ്കിൽസ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിന് നിങ്ങളിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കുമാണ് ക്ലയൻറ്റ് നമ്മളുമായിട്ട് ഒരു പേഴ്സണൽ ബോണ്ടിങ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ അവർ ആ വർക്ക് നിങ്ങൾക്ക് തന്നെ എപ്പോഴും തരും. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് വരുന്ന ഒരു എഫോർട്ട് എന്ന് പറയുന്നത് 4 തൊട്ട് 8 മാസം വരെ നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഇൻകത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടി വരും. ആദ്യം ഒരു ക്ലയൻറ്റ് വന്നു, അവർ ചിലപ്പോൾ മിസ്സായി പോകും, 1 മാസം കഴിഞ്ഞ് മിസ്സായി പോകും. ഒരു 5-8 ക്ലയൻറ്റുകൾ നിങ്ങളുടെ ഒരു സർക്കിളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഇൻകം. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് എഫോർട്ട് എടുക്കേണ്ടി വരും. 4 to 8 months വരും. അപ്പോൾ ഇൻകം അൺസ്റ്റേബിൾ ഇൻ ദി ബിഗിനിങ്. അപ്പോൾ തുടക്ക സമയങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ക്ലയൻറ്റ് വരും, പിന്നെ അവർ പോകും, പിന്നെയും വരും, പിന്നെയും പോകും. നമുക്ക് ഒരു റവന്യൂവിന് വേണ്ടി നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ വലിയ പ്രൈസിംഗ് ഒന്നും അപ്പോൾ ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നീട് നമ്മളുടെ വർക്കുകളുടെയും നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള വർക്കുകൾ നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഇൻകത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അതിന് പറയുന്ന ഒരു മിനിമം ടൈമാണ് 4 to 8 months എന്ന് പറയുന്നത്. ഇനി ഡെയിലി ഔട്ട്റീച്ച് റിക്വയർഡ്, അതായത് പുതിയ ആളുകളെ
കണ്ടെത്താൻ, പുതിയ ക്ലയൻസിനെ കണ്ടെത്താനായിട്ടുള്ള ഡെയിലി ഔട്ട്റീച്ച്, അതിന് ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ ആക്റ്റീവ് ആവുകയും പുതിയ ആളുകൾക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്ത് ഔട്ട്റീച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പുതിയ പുതിയ കമ്പനികളെയും പുതിയ പുതിയ കമ്പനി ഓണേഴ്സിനെയും ഒക്കെ, ഫേം ഓണേഴ്സിനെയും അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ആക്കുന്നവരെയൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ സെൽഫ് ഡിസിപ്ലിൻ ഈസ് മാൻഡേറ്ററി. അതായത് നിങ്ങളൊരു ഫ്രീലാൻസർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്ന സമയത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ പാടില്ല. നിങ്ങൾക്കൊരു വർക്കിംഗ് സ്ട്രാറ്റജി ഉണ്ടാവണം. നിങ്ങൾ ഫ്രീലാൻസർ ആണെങ്കിൽ പോലും നിങ്ങളൊരു ഇത്ര മണിക്ക് നിങ്ങളുടെ ടേബിളിൽ ഉണ്ടാവണം, നിങ്ങൾ ഇത്ര മണിക്ക് അവൈലബിൾ ആയിരിക്കുമെന്നുള്ളത് നിങ്ങളുടെ ക്ലയൻറ്റിന് അറിയണം, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇയാൾ ഓൺലൈനിൽ ഉണ്ടായിരിക്കുമെന്ന് ആ ക്ലയൻറ്റിന് അറിയണം. അതുപോലെ ഒരു വർക്ക് സെൽഫ് ഡിസിപ്ലിൻ മാൻഡേറ്ററി ആണ്. ഫ്രീഡം കംസ് വിത്ത് പ്രഷർ. ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളെ ഭരിക്കാൻ ആരും വരില്ല. നിങ്ങൾ തന്നെയാണ് ഇതിനകത്തെ മുതലാളിയും തൊഴിലാളിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു പ്രഷർ ഉണ്ടാവും. രാവിലെ നിങ്ങൾ തന്നെ ടേബിളിൽ വന്നിട്ടുണ്ടാവണം, നിങ്ങൾ തന്നെ ക്ലയൻറ്റിനെ ഡീൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ തന്നെ. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ റവന്യൂ തീരുമാനിക്കാം. എനിക്ക് എത്ര റവന്യൂയിലേക്ക് പോകണം, ഇതുപോലെയുള്ള ക്ലയൻറ്റുകളെ എടുക്കണം, ഇവരെ എനിക്ക് അക്വയർ ചെയ്യണോ വേണ്ടോ, ഇതെല്ലാം ഉള്ള ഫ്രീഡം ഉണ്ടല്ലോ, അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. സോ ഫ്രീഡം കംസ് വിത്ത് പ്രഷർ. അപ്പം നിങ്ങൾക്കൊരു പ്രഷറും ഉണ്ടാവും. സോ എക്സിക്യൂഷൻ, ഇവിടുത്തെ ഡെപ്ത് എന്താണ്? ഇവിടുത്തെ എക്സിക്യൂഷൻ പ്ലസ് ക്ലയൻറ്റ് ഹാൻഡ്ലിങ്. ഒരേ സമയം നമ്മൾ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുകയും വേണം, അതേപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയും വേണം, നമ്മൾ മാർക്കറ്റ് ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു ഫ്രീലാൻസർ ചെയ്യേണ്ടത്. ഈ രീതി ചെയ്യുന്ന ആളുകളാണ് ഫ്രീലാൻസേഴ്സായിട്ട് നമുക്ക് മുന്നിലേക്ക് വരുന്നത് കേട്ടോ.